അച്ഛന് നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി കൊടുക്കണം. അപ്പൊ അത് നല്ല രസമായിരിക്കും അല്ലേ മനു ചേച്ചി? ശാന്തേ, ശ്രീമന്തിന് കൊടുക്കാനുള്ള ആഹാരം തയ്യാറായോ? അതെ. ബെൻസി, നിലവറയിലേക്ക് പോയി രാജകീയ താലം എടുത്തുകൊണ്ട് വരൂ. ശരി ആജി സാഹിബ്, ഇപ്പൊ കൊണ്ടുവരാം. മൊറപ്പന്ത്, പ്രണാമം വാഹിനി സാഹിബ്. നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പാചകശാലയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ മകൾ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയല്ലേ? അതല്ല വാഹിനി സാഹിബ്, ഇപ്പോൾ ഞാൻ താങ്കളെ കാണാനായിട്ട് തന്നെയാ വന്നത്. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് പിന്നെ താങ്കളുടെ നിർദ്ദേശം അനുസരിച്ച് മനുവിന്റെ ജാതകവും കൊണ്ട് കാശിയിലേക്ക് പോവുകയാ. കാശിയിലോ? അതെ, ശാസ്ത്രി എന്നോട് പറഞ്ഞു അവിടെ നല്ല ബന്ധം കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ചെല്ലു, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായും ഇതൊരു നല്ല ചിന്തയാണ്. താങ്കൾ പോയി വരൂ മൊറപ്പന്ത്. ശരി, പ്രണാമം. നന്മയുണ്ടാവട്ടെ. മനു, വേഗം ആവട്ടെ. ശ്രീമന്തിന് ഭോജനം നൽകാനുള്ള സമയമായിരിക്കുകയാണ്. ശാന്തേ, രാജകീയ താലം കൊണ്ടുവരൂ. വീണ്ടും നമുക്ക് രാജകീയ താലം. ഇതെല്ലാം നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണെന്ന് നമുക്കറിയാം. പക്ഷെ വാഹിനി സാഹിബ്, ഈ നിർഭാഗ്യവാൻ ഇനിയും ധാരാളം അനുഭവിക്കാനുണ്ട്. മരണം അത്ര വേഗം വരില്ല. എന്റെ ദൈവമേ, മരണം അങ്ങയുടെ ശത്രുക്കൾക്കായിരിക്കും. ഒന്നുമില്ലെങ്കിലും ആഹാരം കഴിക്കുന്ന സമയത്ത് ശുഭകാര്യം പറയൂ. സാഹുബായി പറഞ്ഞതാണ് ശരി. അങ്ങ് അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങയ്ക്കിനി ഇന്ദുവിന്റെ വിവാഹം നടത്തേണ്ടതുണ്ട്. നാനയുണ്ട്, പിന്നെ പ്രാചിയുണ്ട്. അങ്ങനെ ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നതൊന്നും നടക്കുന്നത് മറ്റൊന്നുമാണ്. എന്ന് കരുതി നമ്മൾ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. സ്വന്തം പുത്രിയുടെ വിവാഹം ഒരു പിതാവിന്റെ ഏറ്റവും വലിയ കടമയാണ്. ഇപ്പൊ തന്നെ കണ്ടോ മോറോപ്പന്ത് എന്താ ചെയ്യുന്നത്? ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷവും മനുവിന്റെ ജാതകവും കൊണ്ട് മോറോപ്പന്ത് കാശിയിലേക്ക് പോയിരിക്കുന്നു. അവൾക്ക് വേണ്ടി നല്ലൊരു ബന്ധം അന്വേഷിച്ച്. അങ്ങും ഇന്ദുവിന് വേണ്ടി നല്ലൊരു വാഹിനി സാഹിബ്,
നമ്മുടെ ഇന്ദുവിന്റെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ബന്ധം ഇങ്ങനെ ആകില്ലായിരുന്നു. ഇന്ദുവിന്റെ ജാതകത്തിൽ ഒരു ദോഷവുമില്ല സാഹുബായ്. ഇല്ലെങ്കിൽ ഈ ബന്ധം കാൺപൂരിൽ തന്നെ അവസാനിക്കുമായിരുന്നു. നടക്കേണ്ടത് നടന്നു. അത് പോട്ടെ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അടുത്തേക്ക് വരൂ മോളെ, വരൂ. ഇത് കണ്ടോ മുത്തച്ഛ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് അങ്ങേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. കൊള്ളാം. നാം അപ്പോൾ ആദ്യം ഇത് കഴിക്കാം. തരൂ. കൊള്ളാമല്ലോ. ആ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് മണിച്ചേച്ചി ഉണ്ടാക്കിയത്. ഓ, അത് ശരി. ഇത് തന്നെ കഴിക്കാം. ഇതെന്റെ മോളുണ്ടാക്കിയ ചപ്പാത്തിയല്ലേ? കൊള്ളാം. ഇതും നല്ലത് തന്നെ. ആജി സാഹിബ്, എന്താ നമ്മുടെ കൊട്ടാരത്തിൽ ജോലിക്കാരൊന്നുമില്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ പ്രാച്ചിക്ക് ജോലിക്കാരെ പോലെ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുന്നത്? അരുത് മോളെ, അങ്ങനെ പറയരുത്. നോക്ക്, നിന്റെ ആജി സാഹിബ് അവരുടെ കൈകൾ കൊണ്ടാണ് ആഹാരം ഉണ്ടാക്കി തരുന്നത്. അവർ ജോലിക്കാരിയാണോ? അല്ലല്ല, ഒരിക്കലും അവള് പറഞ്ഞതിനർത്ഥം അതല്ല. അങ്ങ് പോരി കഴിക്കൂ. ഈ ചപ്പാത്തി കുറച്ച് കരിഞ്ഞു പോയി. പക്ഷെ ഇതിനുള്ള സ്വാദ് ഒരിക്കലും അതിനുണ്ടാകണമെന്നില്ലല്ലോ. അതുപോലെ നമ്മുടെ മകൾ അഭ്യാസത്തിന്റെ കാര്യത്തിലും അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇല്ല മുത്തച്ഛ. അല്ലെങ്കിലും അഭ്യാസത്തിനായി മൈതാനത്തിൽ പോകുന്നത് എനിക്കിഷ്ടല്ല. പകരം വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനാണ് എനിക്കിഷ്ടം. Your Majesty, it's not an easy situation. അവർ നമ്മൾ ബ്രിട്ടീഷുകാരെ സിംബോളിക്കലി തൂക്കിലേറ്റിയിരിക്കുകയാണ്. അതിനു പകരമായി നമ്മൾ ബിറ്റൂറിൽ 20 നൊട്ടോറിയസ് ക്രിമിനൽസിനെ തൂക്കിലേറ്റാൻ പോവുകയാണ്. മാൻസൺ സാഹിബ്, താങ്കൾക്ക് ആരെയാണോ സംശയം, അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. എന്നിട്ട് ആരോപണം തെളിയുകയാണെങ്കിൽ ശിക്ഷ നൽകൂ. നമ്മുടെ എൻക്വയറി ഇപ്പോൾ നടക്കുകയാണ്. ഈ ഗൂഢാലോചനയിൽ കുറച്ചു പേർ കൂടിയുണ്ട്. ഇനിയും എല്ലാവരെയും പിടിക്കും. എന്നിട്ട് അവർക്കുള്ള ശിക്ഷ ഹാങ്ങിങ് until death. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും താങ്കളുടേതായിരിക്കും. ശ്രീമദ് സർക്കാർ, ഈ സ്ഥിതി വാസ്തവത്തിൽ ചിന്താജനകമാണ്. ഞാൻ സ്വയം പോയി കണ്ടതാണ്. 10,000-ഓളം കുടുംബങ്ങളിൽ നിന്ന് ഒരു മറാഠിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും ബിദൂർ വാസികളാണ്. ശ്രീമദ് സർക്കാർ, അവരെ തൂക്കിലേറ്റുന്നത് ഇനിയും തടഞ്ഞില്ല എങ്കിൽ... നമുക്ക് മനസ്സിലാകുന്നുണ്ട് സഖാറാം, മനസ്സിലാകുന്നുണ്ട്.
മാൻസൺ സാഹിബ്, താങ്കളോട് മാത്രമായി നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ. സഖാറാം, ശ്രീമന്ത് സർക്കാർ, മാൻസൺ സാഹിബ് 14 വർഷമായി എന്നോടൊപ്പമുണ്ട്. എൻ്റെ സുഖദുഃഖങ്ങളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും അങ്ങ് കണ്ടെത്തുമെന്ന്. യുവർ മാജസ്റ്റി, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാര്യങ്ങൾ കാൺപൂരിൽ എത്തിയാലോ? കാൺപൂരിൽ ഇക്കാര്യം എത്താൻ അങ്ങ് ഒരിക്കലും അനുവദിക്കില്ല. നമുക്ക് വിശ്വാസമുണ്ട്. സഖാറാം, 1200 സ്വർണ്ണ നാണയങ്ങളുടെ സമ്മാനം മാൻസൺ സാഹിബിന്റെ വസതിയിലെത്തിക്കോ. ഇദ്ദേഹത്തിന് വെറും 500 സ്വർണ്ണ നാണയം കൈക്കൂലിയായി കൊടുത്താലും ഇദ്ദേഹം സമ്മതിച്ചേനെ, അല്ലേ മാൻസൺ സാബ്? താങ്കളുടെ സെർവന്റ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഇൻസൾട്ട് ആരും തന്നെ എന്നോട് ചെയ്തിട്ടില്ല. എടുത്തോളൂ നിങ്ങളുടെ പൈസ. താങ്ക് യു വെരി മച്ച് യുവർ മാജസ്റ്റി. ശ്രീമന്ത് സർക്കാർ, സത്യ, സ്വയം നിയന്ത്രിക്കാൻ അറിയില്ലേ താങ്കൾക്ക്? എന്നോട് ക്ഷമിക്കണം ശ്രീമന്ത് സർക്കാർ, പക്ഷേ ഇത് കൈക്കൂലിയായിരുന്നില്ലേ? അതെ, പക്ഷെ ഒരു വിഡ്ഢിയല്ല ഞാൻ. ഈ സ്വർണ്ണ നാണയങ്ങളിലൂടെ 20 നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഞാൻ. ഇവരുടെയൊക്കെ മുന്നിൽ തല കുനിച്ചുകൊണ്ട് പൂർണ്ണമായും ബിഥൂറിനെ രക്ഷിക്കുകയായിരുന്നു. താങ്കൾ ആഗ്രഹിക്കുന്നത് ഈ വെള്ളക്കാരെ പോലെ തന്നെ ബിഥൂർ വാസികളെയും എന്റെ ശത്രുവാക്കാനാണോ? അല്ല ശ്രീമന്ത് സർക്കാർ, ഒരിക്കലുമല്ല. എന്നോട് ക്ഷമിച്ചാലും അങ്ങയുടെ സേവകൻ അങ്ങയുടെ സമക്ഷം വാ തുറക്കാനുള്ള സാഹസം ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ വെള്ളക്കാരുടെ കൊടും ക്രൂരതകൾക്കെതിരായി എന്റെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പ് അറിയാതെ പുറത്തേക്ക് വന്നുപോയതാണ്. ശ്രീമന്ത്, ഈ സമ്മാനം ഞാൻ തന്നെ അയാൾക്ക് കൊടുക്കാം. മാൻസൺ സാർ, ആ ദുഷ്ടനായ മെന്റൻ എപ്പോഴൊക്കെ ഇവിടെ വരുന്നുവോ അനർത്ഥം തീർച്ചയായും ഉണ്ടാകും.
ശ്രീമൻ സർക്കാർ നൽകിയ സമ്മാനത്തെ കൈക്കൂലി എന്ന് പറഞ്ഞ് ഞാൻ അപമാനിച്ചു. താങ്കൾ എന്നോട് ക്ഷമിച്ചാൽ വേണ്ട. Put it in the carriage. Hey, servant! ഇങ്ങോട്ട് വാ. കേട്ടില്ല നീ? ഇങ്ങോട്ട് വരാൻ. ഇതാരെടുക്കും? എടുക്കിട്ടിനെ. ഹാജി സാഹിബ്, എന്നെ പോകാൻ അനുവദിക്കൂ. എന്റെ ഗുരുവിനെ അവർ അപമാനിക്കുകയാണ്.
അങ്ങനെ പൂർത്തിയായി ശ്വേതാംബരയുടെ ജാതകം. ഇനി ഞാൻ ശീഘ്രം മഹാറാണി സാഹിബയ്ക്ക് കൊടുത്തിട്ട് വരാം. മഹാറാണി സാഹിബ, അവിടുന്ന് പ്രണാമ. മഹാറാണി സാഹിബ. ശാസ്ത്രികളെ ജാതകം തയ്യാറായോ അതോ താങ്കൾക്ക് ഇനിയും സമയം വേണം?